അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി ഉടൻ ഉണ്ടാകില്ല. പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ ആകും. ഡൽഹിയിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെതാണ് തീരുമാനം. വിവരങ്ങളുമായി ബൽറാം ദുരങ്ങാട് ചെയ്യുന്നു. ബൽറാം, അടുത്ത ഈ വരുന്ന വർഷം ഏപ്രിലിൽ മധുര കോൺഗ്രസ് നടക്കുകയാണ്, ശരിയാണ്. പക്ഷേ പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതലയും ഇല്ല എന്നാണോ? ബൽറാം, കേൾക്കാമോ? എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2025 ഏപ്രിലാണ് മധുര പാർട്ടി കോൺഗ്രസ്. ഒരുപക്ഷെ അവിടെ മാത്രമേ ഒരു സ്ഥിരം ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുകയുള്ളൂ. പ്രകാശ് കാരാട്ട് അതുവരെ കോർഡിനേറ്ററായി തുടരും. 7 മാസക്കാലം ഇനിയും അതിലേക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് പുതിയ ജനറൽ സെക്രട്ടറി ഉണ്ടാകണം എന്നൊരു വാദം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം പുതിയ ജനറൽ സെക്രട്ടറി വേണ്ട, സമ്മേളനകാലത്തെ കീഴ്വഴക്കം തുടരുക എന്നുള്ളതാണ് CPM ആലോചിക്കുന്നത്. അതിനിടയിൽ കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ബൽറാമിന് കേൾക്കാമെന്ന് തോന്നുന്നു. ബൽറാം, ഞാൻ ചോദിച്ചത് പ്രകാശ് കാരാട്ടിന് താൽക്കാലിക ചുമതല എന്നതില്ലേ? ഹാഷ്മി, അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരമായി പുതിയ ജനറൽ സെക്രട്ടറി ഉടൻ വേണ്ട എന്ന തീരുമാനമാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഡൽഹിയിൽ നടന്ന പോൾ ബ്യൂറോ യോഗത്തിൽ നടന്ന ചർച്ചകളിൽ ഉണ്ടായ ധാരണ അനുസരിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പോൾ ബ്യൂറോയുടെ തീരുമാനം, നിർദ്ദേശം അത് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. തുടർന്നാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പോൾ ബ്യൂറോയ്ക്ക് മുന്നിൽ ഈ ഒരു ജനറൽ സെക്രട്ടറി വേണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു. കോർഡിനേറ്റർ അല്ലെങ്കിൽ കൂട്ടായി ചുമതലകൾ നിർവഹിക്കുക എന്ന സംവിധാനം പാർട്ടി ഭരണഘടനയിൽ ഇല്ല എന്ന് ഒരു വിഭാഗം അംഗങ്ങൾ വാദം ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനങ്ങൾ ആരംഭിച്ച ഒരു പശ്ചാത്തലത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ ഈ ഒരു ഇടക്കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല എന്ന കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ, PB അംഗങ്ങൾ അടക്കം ഉന്നയിച്ച വാദങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ധാരണയിലേക്ക് പോൾ ബ്യൂറോ എത്തിയത്. തുടർന്ന് പ്രകാശ് കാരാട്ടിനെ കേന്ദ്ര കമ്മിറ്റിയുടെയും പോൾ ബ്യൂറോയുടെയും കോർഡിനേറ്ററായി നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ സെന്ററിലുള്ള പോൾ ബ്യൂറോ അംഗങ്ങൾ കൂട്ടായി തന്നെ നിർവഹിക്കും എന്ന ധാരണയാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഏകോപന ചുമതല എന്ന നിലയിലാണ് പ്രകാശ് കാരാട്ടിനെ നിയോഗിച്ചിരിക്കുന്നത്. മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ തന്നെ കോർഡിനേറ്റർ ആകാനായിരുന്നു തീരുമാനം. തുടർന്ന് മണിക് സർക്കാരാണ് പ്രകാശ് കാരാട്ടിന്റെ പേര് നിർദ്ദേശിച്ചത് പോൾ ബ്യൂറോയിൽ. അത് കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിലും വെച്ചു. കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിക്കുകയായിരുന്നു. പകരം പുതിയ ജനറൽ സെക്രട്ടറി 24ാം പാർട്ടി കോൺഗ്രസിൽ മധുരയിൽ 2025 ഏപ്രിലിൽ നടക്കുന്ന ഈ 24ാം പാർട്ടി കോൺഗ്രസിലായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക. അതുവരെ പ്രകാശ് കാരാട്ട് കേന്ദ്ര കമ്മിറ്റിയുടെയും പോൾ ബ്യൂറോയുടെയും കോർഡിനേറ്ററായി പ്രവർത്തിക്കും. ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ കൂട്ടായി തന്നെ നിർവഹിക്കാനുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര കമ്മിറ്റിയുടേത്. ഹഷ്മി, എന്തായാലും സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വലിയ ആശയത്തിന്റെ വലിയ തലപ്പൊക്കമുള്ള നേതാവിന് പകരക്കാരൻ ആര് ആ പാർട്ടിയിലുണ്ട് എന്നുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകും. പക്ഷേ അത് മധുര പാർട്ടി കോൺഗ്രസ് കാലത്തേ ഉള്ളൂ.